ബഹുമാനപ്പെട്ട നമ്മുടെ ജാഥ ക്യാപ്റ്റൻ ശ്രീ വി ഡി സതീശൻ, നമ്മുടെ അധ്യക്ഷൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വേദിയിരിക്കുന്ന എല്ലാ ബഹുമാന്യരെ, നമ്മുടെ പാർട്ടി നേതാക്കളെ, ഘടകകക്ഷി നേതാക്കളെ, ഇപ്പോൾ വന്ന് നമ്മളൊപ്പം ഈ വേദി ചേർന്ന സുരേഷ്, ഇവിടെ ഇരിക്കുന്ന കോട്ടയത്തിൻ്റെ മഹാജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു പക്ഷേ ചിലർ കേട്ടിട്ടുണ്ടാകും, എനിക്ക് ചെറിയൊരു വീഴ്ച ഉണ്ടായി. പാർലമെൻറ്റിൽ ഇറങ്ങുമ്പോൾ 2 ആഴ്ച വീൽ ചെയറിലായിരുന്നു, അതുകൊണ്ട് നേരത്തെ വരാൻ സാധിച്ചില്ല. പക്ഷെ ഇന്ന് വലിയ അഭിമാനത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാലിലൊരു ചെറിയൊരു കാസ്റ്റ് ഇട്ടിട്ടാണ് ഈ അടുത്ത 2-3 ആഴ്ച നടക്കേണ്ടത്. പക്ഷെ നിൽക്കാൻ ബുദ്ധിമുട്ടില്ല. UDF-കാർക്ക് അറിയാം വീണ് കഴിഞ്ഞാൽ എങ്ങനെ നിന്ന് നടക്കുകയാണ്. ആ നടത്തത്തിലാണ് ഞാൻ നിങ്ങളൊപ്പം എത്തിയിരിക്കുന്നത്. ശ്രീ വി ഡി സതീശനോട് ഞാൻ ആദ്യം ഭയങ്കര കൺഗ്രാജുലേഷൻസ് പറയട്ടെ. അദ്ദേഹം കാസർഗോഡിൽ ആരംഭിച്ച ഈ യാത്ര എന്ത് നല്ല ആവേശത്തോടെയാണ് കോട്ടയം വരെ എത്തിയിരിക്കുന്നത്. ഞാൻ എല്ലാവരും കേൾക്കുന്നത് നമ്മുടെ പ്രതീക്ഷയിലും കാട്ട് കൂടുതൽ ജനങ്ങളുടെ സാന്നിധ്യം, ജനങ്ങളുടെ ആവേശം, എല്ലാവരും നിങ്ങളെപ്പോലെ ഇവിടെ അദ്ദേഹത്തിൻ്റെ സന്ദേശം കേൾക്കാൻ വരികയാണ്. കോട്ടയത്ത് എല്ലാവരും കൂടിയതിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷമുള്ളത്, ഈ പുതുയുഗ യാത്ര എനിക്ക് വേണ്ടി എന്തായാലും ഇവിടെയാണ് ശരിക്ക് ആരംഭിക്കുന്നത്. നമുക്ക് ഒരു സ്പഷ്ടമായ ഒരു സന്ദേശമാണിത്. ഞാനൊരു എഴുത്തുകാരനെ എപ്പോഴും കേരളത്തിനെ കാണുമ്പോൾ കോട്ടയമാണ് അക്ഷരത്തിൻ്റെ നാട് എന്ന് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ പറയാറുണ്ട് ദ ലാൻഡ് ഓഫ് ലേറ്റക്സ് ആൻഡ് ലെറ്റേഴ്സ്. ലെറ്റേഴ്സാണ് നമ്മൾക്കിവിടെ പ്രത്യേകിച്ച് കാണുന്നത്. പക്ഷേ ഇവിടെ വിദ്യാഭ്യാസം, കൾച്ചർ, പബ്ലിഷിംഗ്, പുസ്തകങ്ങളുടെ ഒരു തലസ്ഥാനമായിട്ടാണ് കോട്ടയം അറിയപ്പെടുന്നത്. കേരളത്തിലായിരുന്നു ആദ്യം ഇന്ത്യയിലത്തെ എല്ലാം വെച്ച് ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് വന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ കോട്ടയമാണ് മുൻകൈയിൽ ആദ്യത്തെ സമയം മാക്സിമം ലിറ്ററസി എത്തിയ ഒരു ജില്ല. അതുപോലെ തന്നെ ഈ നഗരത്തിൽ ഒരു സംശയവുമില്ല, 100% ആൾക്കാർക്ക് എഴുതാനും വായിക്കാനും അറിയും. ആ 100% ലിറ്ററസി റെക്കോർഡുള്ള കോട്ടയത്തിൽ ഇവിടെ നിൽക്കാൻ പ്രത്യേകിച്ച് ഒരു സന്തോഷവും അഭിമാനവും എനിക്ക് തോന്നുന്നു. ഇവിടെ CMS കോളേജിന് നാട്, കേരളത്തിൻ്റെ ആദ്യത്തെ കോളേജ്, ദീപിക, മലയാളത്തിൻ്റെ എല്ലാം വെച്ച് പഴക്കമുള്ള പത്രം, അതുപോലെ തന്നെ ഓരോരു പ്രത്യേകിച്ച് ബഹുമാനിക്കുന്ന സാഹിത്യക്കാരെ എല്ലാവരും പേരെടുക്കാൻ നേരമില്ലെങ്കിലും ഇതൊക്കെ നിങ്ങളുടെ ജില്ലയിൽ നിന്ന് വന്നതാണ്. നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ ഒഴികൂടുന്നതാണ്. ജനിച്ച് വളർന്നതും CMS പഠിച്ചിട്ട് അദ്ദേഹം IFS ചേർന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവസാനത്തിൽ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമായിട്ട് നമ്മുടെ രാജ്യത്തെ നയിച്ചത്. ഇതെല്ലാം കാണുമ്പോൾ ഈ പുതുയുഗ യാത്ര ഇവിടെ കോട്ടയത്ത് എത്തിയിട്ട് UDF-ൻ്റെ സന്ദേശം നിങ്ങൾ എല്ലാവരെയും മുമ്പിൽ എത്തിക്കുന്നത് ശരിക്കും ഒരു ഫിറ്റിംഗ് സിമ്പിളാണ്. എനിക്കൊരു സംശയവുമില്ല, നിങ്ങൾ കാണിക്കുന്ന പിന്തുണ, നിങ്ങളുടെ സാന്നിധ്യം കാണിക്കുന്ന ഈ പിന്തുണ, ഇത് ശരിക്ക് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ it is not just applause, it is affirmation. നിങ്ങൾ തപ്പുകൊട്ടാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സന്ദേശം തരാനാണ് ഇവിടെ എത്തിയിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ സന്ദേശം എന്താണ്? കേരളത്തിന് പ്രതീക്ഷയുണ്ട്. UDF ഈ നാടിനെ വീണ്ടും നന്നാക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അതാണ് ഈ പുതുയുഗ യാത്രയുടെ സന്ദേശം ഞങ്ങളുടെ സൈഡിൽ നിന്ന്. അതാണ് നിങ്ങളുടെ മുഖത്തിൽ ആ പ്രതീക്ഷ നമ്മൾ കാണുന്നത്. 10 വർഷം കഴിഞ്ഞ് നമ്മൾ എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ സ്ഥിതി എന്തായിട്ടുണ്ടെന്ന്. എനിക്ക് ദുഃഖത്തോടെയാണ് പറയാനുള്ളത്, കേരള മോഡൽ എന്ന് പറഞ്ഞ് ഞാൻ ലോകം മുഴുവൻ സംസാരിച്ച് എഴുതി നടന്നൊരു കാര്യമായിരുന്നു. ആ കേരള മോഡൽ ഇപ്പോൾ ഒരു കടത്തിൻ്റെ മോഡലായി മാറി വന്നിട്ടുണ്ട്. ഈ 10 വർഷക്കാലം ഈ ലെഫ്റ്റ് സർക്കാർ വെറും കടം വാങ്ങി എടുത്തിട്ട് ഇപ്പോൾ ഒരു ബാങ്ക്രപ്റ്റ് സംസ്ഥാനമാക്കി നമ്മളെ മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവർക്കും അറിയാം, സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള പണം കൂടിയില്ല. വീണ്ടും കടമെടുത്തിട്ടാണ് ഓണം ബോണസ് കൊടുക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ കേരളത്തിൻ്റെ ബഡ്ജറ്റ് നോക്കിക്കോളൂ. എന്താ ഇതിൽ കാണുന്നത്? പലിശ, ഇൻട്രസ്റ്റ് റേറ്റ്, ഡെറ്റ് സർവീസിംഗ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ, അതും പെൻഷനും മാത്രം കൂട്ടിയാക്കിയാൽ ബഡ്ജറ്റിൻ്റെ ഭൂരിപക്ഷമായി. വികസനത്തിനെക്കാട് 2 ഇരട്ടി ചെലവാക്കുന്നത് പലിശയിലും ഈ പെൻഷനിലും മാത്രമാണ്. അങ്ങനെയായ എങ്ങനെ കേരളം നന്നാവും? വികസനത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെലവാക്കാൻ കാശില്ലാത്തൊരു സംസ്ഥാനമായിട്ടാണ്
നമ്മുടെ സർക്കാർ നമ്മളെ മാറ്റിയിരിക്കുന്നത്. പക്ഷേ അതിനെന്താ ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം എങ്ങനെ കൊണ്ടുവരും? ടാക്സ് ചെയ്തിട്ട് സാധിക്കില്ല. കാരണം നമ്മളുടെ കേരളം ഇപ്പം തന്നെ ഇന്ത്യയിലെ എല്ലാം വെച്ച് കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. നിങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണതോ, ലാൻഡ് പേയ്മെൻറ്റ് കൊടുക്കണതോ, പ്രോപ്പർട്ടി ടാക്സ് അടിക്കണതോ ഒക്കെ വേറെ ഏത് സംസ്ഥാനത്തിനും ഇത്ര വലിയ ശതമാനം അടിക്കുന്നില്ല. സാധാരണ മലയാളികൾക്ക് ഇനിയും ടാക്സ് കൊടുക്കാനുള്ള കഴിവില്ല, ബലമില്ല. അപ്പോൾ ടാക്സ് അല്ല സർക്കാരിന് വേണ്ടത്, റവന്യൂ ആണ് വേണ്ടത്. അതിനെന്താ മാർഗം? ഒരു സംശയവും എൻ്റെ മനസ്സിലില്ല. നമ്മുടെ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വെറും ഈ മുദ്രാവാക്യങ്ങളോട് നടക്കില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. ഇവർ ഇടയ്ക്ക് എല്ലാ വർഷവും വലിയൊരു ചടങ്ങ് നടത്തും, ബിസിനസ്സുകാരെ ക്ഷണിക്കും. പക്ഷേ അവർ വന്ന ശേഷം അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സംസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നും സത്യമാണ്. അതിന് കാരണം എന്താണ്? ഈ സംസ്ഥാന സർക്കാരിൽ അവർക്ക് വിശ്വാസമില്ല. അതാണ് സത്യം. ഞാൻ എത്ര വ്യവസായികളോട് സംസാരിച്ചിട്ടുണ്ടറിയോ? നമ്മളുടെ വിദേശത്ത് താമസിക്കുന്ന മരുന്നാടൻ മലയാളികളും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവർ പറയുന്നു, ഞങ്ങൾ ഇവിടെ കാശ് കൊണ്ടുവന്ന് ഇറക്കിയാൽ ആ കാശിൽ നമ്മൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല, നമ്മൾക്ക് ആ കാശ് തിരിച്ചു കിട്ടും തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സ്ഥിതി എത്തിക്കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി അത്ര മോശമായ കാരണം നമുക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ കാശിനെ ഇവിടെ റിസ്ക് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല, ഈ കഴിഞ്ഞ 10 വർഷക്കാലം 2 വ്യവസായികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. പല സംസ്ഥാനങ്ങളിൽ കർഷകരുടെ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രമേ വ്യവസായികളുടെ ആത്മഹത്യ അനുഭവിച്ചിട്ടുള്ളൂ. കാരണം ഇതൊക്കെയാണ്. അവർ പണം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ചിലവർ ഗൾഫിലൊക്കെ കുറേ വർഷങ്ങൾ പ്രവർത്തിച്ച അവരുടെ ജീവിത സേവിങ്സിനെ കൊണ്ടുവന്ന് കേരളത്തിൽ ഇറക്കിയ ശേഷം നഷ്ടപ്പെട്ട കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതെല്ലാം മാറ്റാൻ വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ UDF-ന് ചെയ്യേണ്ടി വരും. ഒരു പ്രപ്പോസൽ ഞങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യായിരുന്നു. നമ്മുടെ മാനിഫെസ്റ്റോ കമ്മിറ്റി അധ്യക്ഷനായ ബെനി ബെഹനാനും നമ്മുടെ പ്രതിപക്ഷ നേതാവും ഞാനൊക്കെ സംസാരിച്ചൊരു കാര്യമാണ്. നമുക്ക് ഈ സംസ്ഥാനത്തിൽ ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരണം. ഇൻവെസ്റ്റേഴ്സിന് സംരക്ഷിക്കുന്ന ഒരു ആക്ടിൻ്റെ ഉപയോഗം എന്താണ്? അവർക്ക് അറിയണം. അവരുടെ പൈസ ഈ സംസ്ഥാനത്തിൽ ഇറക്കിയാൽ അത് മാർക്കറ്റിൻ്റെ വിഷയത്തിൽ അവരുടെ ബിസിനസ് പറഞ്ഞാൽ അത് വേറെയാണ്. പക്ഷേ രാഷ്ട്രീയക്കാരുടെ കാരണമോ ഉദ്യോഗസ്ഥന്മാരുടെ കാരണമോ യൂണിയൻ ചുവന്ന കൊടി കാണിച്ചിട്ടുണ്ടാകുന്ന അവർ പ്രവർത്തനം നിർത്തിയിട്ട് അതിൻ്റെ കാരണമായിട്ട് അവർ പണം നഷ്ടപ്പെടാൻ പാടില്ല. അതിൻ്റെ ഒരു ഗ്യാരണ്ടി നമ്മുടെ സംസ്ഥാനം കൊടുക്കണം. അങ്ങനെ ചെയ്താൽ, അത് ചില വിദേശ രാജ്യങ്ങൾ അങ്ങനെയുള്ള ആക്ട് ഉണ്ട്. ഞാൻ എൻ്റെ തലയിൽ നിന്നുണ്ടാക്കി പറയുന്നൊരു കാര്യമല്ല. അപ്പം കേരളത്തിൽ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കേരളത്തിൽ കാണും. ഇവരെല്ലാവരും ധൈര്യത്തോടെ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഇറക്കിയാൽ നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി തൊഴിലുണ്ടാക്കാനുള്ള സാധ്യത കൂടും. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ തൊഴിൽ എന്തിനാണ് നമുക്ക് വേണ്ടത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളുടെ യുവാക്കൾ ഇപ്പോൾ ഈ സംസ്ഥാനത്തിന് ആദ്യത്തെ അവസരത്തിൽ നമ്മുടെ സംസ്ഥാനം വിട്ടിട്ട് വേറെ ഭാഗത്തേക്ക് പോകുന്നു, വേറെ സംസ്ഥാനത്തിൽ ജോലി അറിയുന്നു, ഹയർ സ്റ്റഡീസിന് പോകുന്നു, വിദേശത്തേക്ക് പോകുന്നു. ഭൂരിപക്ഷം ആൾക്കാർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു യുവാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, സാറേ എനിക്ക് എന്താ ഉള്ളത് കേരളത്തിൽ, നിങ്ങളുടെ സംസ്ഥാനം ഒരു ഓൾഡ് ഏജ് ഹോമായില്ലേ? ഞാൻ ഞെട്ടിപ്പോയി. ശരി, പ്രായമുള്ളവർക്ക് താമസിക്കാൻ നല്ലൊരു സ്ഥലമാണെന്നൊരു അഭിമാനത്തോട് പറയാം കേരളം. പക്ഷെ അത് പോരാല്ലോ. നമ്മുടെ യുവാക്കളെ ഇവിടെ നമ്മൾ നല്ല തൊഴിൽ കൊടുത്ത് നല്ല ജോലി സാധ്യതകൾ കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ഈ സംസ്ഥാനത്തിൻ്റെ ഭാവിയും അവർ സ്വന്തം ഭാവിയും സംരക്ഷിക്കാനുള്ള സാധ്യത വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. ആ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ടും കൂടി ഗ്യാരണ്ടി ചെയ്തിട്ട് നമ്മൾ കേരളത്തിനെ ഒരു സേഫ് ഡെസ്റ്റിനേഷൻ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്കാനാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം. ഈ സംസ്ഥാനത്തിൽ വളർച്ച എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. ആ വളർച്ചയില്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിന് ഒരു മാർഗമില്ല ഈ സംസ്ഥാനത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ടാണ് UDF പറയുന്നത്, ഒരു പുതിയ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ എല്ലാവർക്കും അറിയാം, എല്ലാ ദിവസത്തിലെ വിലക്കയറ്റം, ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾക്ക് ജീവിക്കുമ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അതിന് മേലെ നിങ്ങളുടെ തലയിൽ ഇനിയും ടാക്സ് വേണോ, ഇനിയും സെസ് വേണോ? വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് ഇനിയും ബിസിനസ്സസ് ഈ നാട്ടിൽ വന്നിട്ട് ഇനിയും സാധ്യതകൾ കൊണ്ടുവന്നിട്ട്
നമ്മളുടെ മക്കൾക്ക് സാധ്യതകൾ വാതിൽ തുറന്നു കൊടുക്കാനും ജോലി അവസരങ്ങൾ കൊടുക്കാനും അവർക്ക് നമ്മളെ വിട്ടിട്ട് പോവാതിരിക്കാനുള്ള അവസരം കൊടുക്കാനുള്ള ആവശ്യമാണ് UDF കാണുന്നത്. ഞാൻ പറയട്ടെ, ഈ 10 വർഷക്കാലം നമ്മൾ വെളിയിലിരുന്ന ശേഷം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. ഇന്നലെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പാർട്ടിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ട് അവർ സ്വന്തം പാർട്ടി കാഡർമാരെ മാത്രം നോക്കുന്ന ഒരു പാർട്ടിയും ഈ സംസ്ഥാനത്തിനെ ഭരിച്ചാൽ നമ്മൾ ആരും പഴയ്ക്കാൻ പോകുന്നില്ല. ഈ സംസ്ഥാനത്തിന് അതൊരു ഭാവി ഉണ്ടെങ്കിൽ അത് UDF വഴിക്ക് നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പാർട്ടി, നമ്മളുടെ യുവാക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പാർട്ടി, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ മുന്നണി നാളെയാണ് നമ്മളുടെ ആവശ്യം. വികസിത കേരളം ചിലർ വന്ന് നടക്കുന്നു, പക്ഷെ ആ വികസനം വരാൻ വേണ്ടി ഭരണം വേണം. ആ ഭരണത്തിൽ ചില കാഴ്ചപ്പാട് വേണം, ചില ബുദ്ധി വേണം. അതിന് മാത്രമല്ല, ദേശീയ അന്താരാഷ്ട്രീയ ബന്ധങ്ങളെയും കൊണ്ടുവന്നിട്ട് ഈ രാജ്യത്തെ നന്നാക്കാനുള്ള എല്ലാ മാർഗങ്ങളും തിരഞ്ഞെടുക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു സർക്കാർ വേണം. അതെല്ലാം UDF സർക്കാർ കൊണ്ടുവരുന്നൊരു സംശയം വേണ്ട. അതിൻ്റെ ഒപ്പം നിങ്ങളെല്ലാവർക്കും അറിയാം, കർഷക മേഖലയിലും പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ഈ സർക്കാർ പ്രൊക്യൂർമെൻറ്റ് പേയ്മെൻറ്റും കൂടി കൊടുക്കാതിരിക്കുന്ന സ്ഥിതിയിൽ നമ്മുടെ കർഷകരുടെ സ്ഥിതി എത്ര മോശമായിട്ടുണ്ട്, അതിനെ മാറ്റാം. നമുക്ക് ഒരു സംശയവും വേണ്ട. ഹെൽത്ത് കെയറിൽ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് കുറച്ചും കൂടി പറയും. കാരണം ഈ ആരോഗ്യ മേഖലയിൽ അദ്ദേഹം നയിച്ച ഒരു ഹെൽത്ത് കോൺക്ലേവ് നടന്നു കഴിഞ്ഞു. നമുക്ക് പല നല്ല കോൺസെപ്റ്റ്സ് ഉണ്ട് എങ്ങനെ ഈ ആരോഗ്യ മേഖലയെ കുറച്ചും കൂടി നന്നാക്കാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല 10 വർഷം മുമ്പല്ല 5 വർഷം മുമ്പ് നമ്മൾ പ്രതിപക്ഷമായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഒരു കോൺസെപ്റ്റ് ഇറക്കി. ഒരു ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ കൊണ്ടുവരണം. അതിൽ അധ്യാപകർ മാത്രമല്ല, വിദ്യാർത്ഥികളും എംപ്ലോയേഴ്സും, നമ്മളുടെ ഈ ശരിക്കുള്ള റിയൽ വേൾഡിൽ പ്രവർത്തിക്കുന്ന കമ്പനീസിനെയും ഉൾപ്പെടുത്തി എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളുടെ കുട്ടികളെ 21ാം നൂറ്റാണ്ടത്തെ ജോലികൾക്ക് വേണ്ടി തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യം വെച്ച് ഞങ്ങളൊരു പ്രപ്പോസൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇലക്ഷൻ തോറ്റു. CPMൻ്റെ പ്രകടന പത്രികയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവർക്ക് ആ ഐഡിയ ഇഷ്ടപ്പെട്ടു. ആ പേരെടുത്തു. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു പേര് നമ്മളുടെ പ്രകടന പത്രികയിൽ എടുത്തിട്ട് അവർ പ്രഖ്യാപിച്ചു. പക്ഷെ ഞങ്ങൾ പറഞ്ഞ പോലെ ആയിരുന്നില്ല. ചില വിദ്യാഭ്യാസ മേഖലയിലത്തെ വൈസ് ചാൻസലർമാരെ ഇരുത്തി ഒരു റിപ്പോർട്ട് എഴുതി. അതിനെക്കുറിച്ച് ആരും ഒന്നും കേട്ടിട്ടില്ല, ഒരു വ്യത്യാസവും വന്നിട്ടില്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ. നേരെ മറിച്ച് നമ്മളുടെ ആവശ്യം എന്താണ്? നമ്മളുടെ കുട്ടികൾക്ക് പഠിക്കുമ്പോഴേ ഒരു ഒരു ആശ്വാസം തോന്നണം. അവർക്ക് ഈ പഠിപ്പ് കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും ശരിക്കുള്ള ലോകത്തിൽ. അതിൻ്റെ അർത്ഥം എംപ്ലോയേഴ്സ് പറയും നിങ്ങളുടെ കറിക്കുലമിൽ ഇങ്ങനെയുള്ള മാറ്റം വേണം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. കുറച്ച് വർഷങ്ങളായി ഞാൻ നമ്മളുടെ ഒരു സ്ഥാപനം നയിച്ചു ഈ പാർട്ടിയുടെ അകത്ത്, ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസ്. അതിൽ ഞങ്ങളൊരു സർവേ നടത്തി കേരള എഞ്ചിനീയർമാരോടൊപ്പം. അതിലെന്താ ഞങ്ങൾ കണ്ടുപിടിച്ച, ഒരു 10,000 കേരളത്തിൽ പഠിച്ച എഞ്ചിനീയർമാരോട് ചോദിച്ചപ്പോൾ 66% കേരള എഞ്ചിനീയേഴ്സ് ഇപ്പോൾ എടുക്കുന്ന ജോലികളിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രീൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം അവർ പഠിച്ചതും അവർ ചെയ്യുന്ന ജോലി കിട്ടിയ അവസരങ്ങളിലും ഒരു ബന്ധമില്ല. ആ മാറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഇതൊക്കെ ശരിയാക്കാൻ സാധിക്കും? ആ മാറ്റം കൊണ്ടുവരാൻ എന്താണ് മാർഗം? നമ്മളുടെ എഡ്യൂക്കേഷൻ കറിക്കുലത്തിൽ മാറ്റം കൊണ്ടുവരണം. വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണ് നമ്മളുടെ ഗ്രാജുവേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് റെഡി ആവാൻ സാധിക്കും? അതും കൂടി നമ്മൾ ചിന്തിക്കണം. ഓരോരോ കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ മറക്കില്ല. സാമൂഹ്യ മേഖലയിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ കണ്ടിട്ട് പഠിച്ചിട്ട് ഒരിക്കലും മറക്കരുത്. ഈ UDF മുന്നണി എന്ന് പറയുന്നത് വെറും ഒരു പ്രതിപക്ഷം മാത്രമല്ല. ഈ 10 വർഷക്കാലം പ്രതിപക്ഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഭരിക്കാൻ അറിയാം. ഭരണം ചെയ്യുന്ന അനുഭവമുള്ള ആൾക്കാരുണ്ട് നമ്മളുടെ ഇടയിൽ. അതുമാത്രമല്ല, കഴിവുള്ളവർ UDFൻ്റെ ഒപ്പമാണ് ഈ സമയം നിൽക്കുന്നത്. ആ കഴിവും ആ വ്യക്തിബന്ധങ്ങളും ആ അറിവും ഒക്കെ നിങ്ങളുടെ സേവനത്തിൽ കൊണ്ടുവരുന്ന ഒരു സംശയവും വേണ്ട. ഞാൻ പറയട്ടെ, നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ പല പുതിയ ഐഡിയാസും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു പുതിയ കോൺസെപ്റ്റ് ഉണ്ട് ഇപ്പോൾ, വെയ്റ്റ്ലെസ് എക്കോണമി. എന്താ വെയ്റ്റ്ലെസ് എക്കോണമി? വെയിറ്റ് പറഞ്ഞാൽ ഘനമില്ലാത്ത ഒരു എക്കോണമി കേട്ടിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ബുദ്ധിയുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. അതിന് ലോ ഫിസിക്കൽ ഫുട് പ്രിൻറ്റ്,
വലിയ സ്ഥലം, വലിയ ഭൂമി, വലിയ ഫാക്ടറി എന്നല്ല ആവശ്യപ്പെടുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖല, ബയോടെക്നോളജി, ബയോജെനറ്റിക്സ്, സ്പേസ് ടെക്നോളജി. ഇതിലൊക്കെ കേരളത്തിനുള്ള അഡ്വാൻറ്റേജസിനെ ഈ സർക്കാരിന് ഇതുവരെ നിലനിർത്താനുള്ള കഴിവുണ്ടായിട്ടില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് കൊണ്ടുവരും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ടായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ചിലവർ പരാതി എന്താണ്, ഇന്ത്യ മുഴുവൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംസാരം പൊളിഞ്ഞു പോയിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപിക്കാൻ 114 ദിവസം ആവശ്യമുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ ഫിഗർ എന്താണെന്ന് ഞാൻ സർക്കാരിൻ്റെ റിപ്പോർട്ട് വായിച്ച് പറയണം, 236 ദിവസം. ആർക്ക് അത്ര സമയമുള്ളത്? ഈ LDF സർക്കാർ ഈ വർഷം പ്രഖ്യാപിച്ചത് ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അവർ കൊണ്ടുവരും. ഒരു ബിസിനസ്സുകാരൻ വന്നിട്ട് ഒരേ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കണ്ടുപിടിച്ചു, അല്ല, സിംഗിൾ വിൻഡോ സിസ്റ്റം അല്ല. ഒരു സിംഗിൾ വിൻഡോയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു സിംഗിൾ പോർട്ടലായിട്ട് മാറുകയാണ്. 10-20 പ്രോസസ്സ് ഇനിയും പോകാനുണ്ട്. ഒരു ചോദ്യം, ഒരു ഉത്തരം. സിംഗപ്പൂരിലോ അമേരിക്കയിലെ പോലെ 2-3 ദിവസത്തിനകത്ത് ബിസിനസ് ആരംഭിക്കാനുള്ള സാധ്യത നിങ്ങൾ കോട്ടയംകാരിലൊക്കെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ നേരിട്ട് പറയട്ടെ, ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഗ്ലോബൽ ലെവലിൻ്റെ ബെഞ്ച് മാർക്കാണ് കാണുന്നത്. കേരള പല വിധത്തിലും ഒരു വേൾഡ് ക്ലാസ് സംസ്ഥാനമാണ് ഇന്ത്യയുടെ അകത്ത്. പക്ഷേ നമ്മളുടെ ബെഞ്ച് മാർക്കും വേൾഡ് ക്ലാസ് ബെഞ്ച് മാർക്ക് ആവണം. ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്നെന്താണ്, വിദേശത്തിൽ നമ്മൾ കാണുന്ന പല ഉദാഹരണങ്ങൾ പഠിക്കാൻ ഉള്ള കഴിവ് നമ്മൾക്കുണ്ട്. മലയാളികൾക്ക് എപ്പോഴും അറിയാം, നമ്മൾ 3000 വർഷമായിട്ട് വിദേശ രാജ്യങ്ങളോടൊപ്പം സമ്പർക്കം ചെയ്ത് ജീവിച്ചവരാണ്. അത് റോമൻ എംപയർ കാലം മുതൽക്ക് ചൈനക്കാർ വന്നിട്ട് അവർ ഫിഷിംഗ് നെറ്റ്സ് അവർ കൊണ്ടുവന്നില്ല നമ്മുടെ സംസ്ഥാനത്തിലെ, അവർ ചീൻചട്ടി നമ്മൾക്ക് വിട്ടുപോയി. അതുപോലെ തന്നെ ജൂസ്, ക്രിസ്ത്യൻസ് ഫ്രം മിഡിൽ ഈസ്റ്റ് എല്ലാവരും ഈ രാജ്യത്ത് 3000 വർഷങ്ങളായിട്ട് വരുന്നുണ്ട്. അതേപോലെ നമ്മൾ വിദേശത്ത് നോക്കി ചില പാഠങ്ങൾ പഠിച്ചുകൂടെ? നമ്മൾ എല്ലാ കാര്യങ്ങളും മഹാരാഷ്ട്രയും തമിഴ്നാടിനെയും നോക്കിയിട്ട് അതേപോലെ വലിയ ഇൻഡസ്ട്രീസ് എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവരെ പോലെ അല്ല. പക്ഷെ നമ്മൾ വേറെ രാജ്യങ്ങളിൽ നിന്ന് പല പഠിക്കാൻ സാധിക്കും. ഐസ്ലൻഡ് രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ചില കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ടെക്നിക്കൽ കാര്യങ്ങൾ വിദേശത്ത് നിന്ന് പഠിക്കാൻ സാധിക്കും. നെതർലൻഡ്സ് എന്ന് പറഞ്ഞ രാജ്യത്തിൽ കർഷകർ, ആ ഭൂമിയില്ലാത്ത രാജ്യത്തിൽ അവർ 5-6 നിലയുടെ കൃഷിയാണ് ഇപ്പോൾ അവർ നയിക്കുന്നത്. ഗ്ലാസ് ഹൗസ് ഫാമിംഗ് എന്ന് പറയും. അത് നമ്മൾക്ക് പഠിക്കാൻ സാധിക്കും. വിദേശത്തിൽ നമ്മൾ നോക്കിയാലും കേരളത്തിന് ഒരു കുറവുമില്ല. അവരൊക്കെ ചെയ്ത പോലെ നമ്മൾക്കും ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അപ്പം ആ സാധ്യതകളുടെ വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് നിങ്ങളുടെ ഭാവിയെ നന്നാക്കാൻ ഒരു ഉറപ്പ് നിങ്ങളോട് തന്നിട്ട് ഈ നാടിനെ ധൈര്യത്തോടെ നയിക്കാൻ ഇറങ്ങിയ UDF സർക്കാരിൻ്റെ ഈ പുതിയ യാത്രയെ ഞാൻ ഒരിക്കലും കൂടി അഭിനന്ദിക്കുന്നു. എനിക്കൊരു സംശയവുമില്ല, നിങ്ങൾ ഞങ്ങളുടെ സന്ദേശം കേൾക്കും, ഞങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ കേട്ട് മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ ഒരു വിധത്തിലും മറ്റേവരുടെ രാഷ്ട്രീയം സ്വീകരിക്കാതെ വികസനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് വികസനം ചെയ്യാത്തൊരു പാർട്ടി അവരെ ഈ ഭരണത്തെ മുടുക്കി വിട്ട്, നമ്മളുടെ മറ്റേ ഒരു പാർട്ടി കൂടി ഉണ്ടല്ലോ, അവർ കൊണ്ടുവന്ന വർഗീയ സന്ദേശം ഒരിക്കലും ഈ സംസ്ഥാനം നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുമില്ലാതെ എല്ലാ വിധത്തിലും ധൈര്യത്തോടെയും ഡിസിപ്ലിനും ഐക്യത്തോടെ UDF മുന്നണി നിങ്ങളുടെ സേവനത്തിൽ ചെയ്യാൻ തയ്യാറാണ്. അതാണ് ഈ പുതിയ യാത്രത്തിൻ്റെ പ്രിൻസിപ്പൽ മെസ്സേജ്, പ്രധാനപ്പെട്ട സന്ദേശം. നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട്. ഇത് ഞങ്ങളുടെ കടമയാണ്. ഈ സംസ്ഥാനത്തെ വീണ്ടും നന്നാക്കണം. ഈ നാടിൻ്റെ വികസനം, ഈ നാടിൻ്റെ ഭാവി ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചിന്തയായിട്ട് എപ്പോഴും ഇരിക്കും. അതിനെല്ലാറ്റിനും ഞാൻ നിങ്ങളെല്ലാവരോടും ഒരിക്കലും കൂടി വന്നതിന് നന്ദി പറഞ്ഞിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ധൈര്യത്തോടെ സന്തോഷത്തോടെ എൻ്റെ ആവേശം കൂടി ചേർത്തി ഒരു കൺഗ്രാജുലേഷൻസ് കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ സമ്മേളനത്തിനെയും ഈ ചടങ്ങിനെയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.